പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ആശ്വാസം പകരുന്ന വാർത്തയാണെന്ന് പഞ്ചാരക്കൊല്ലി നിവാസികൾ. സന്തോഷമുണ്ടെന്നും ഇനി ആർക്കും ഈ അവസ്ഥയുണ്ടാകരുതെന്നും കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. സന്തോഷം തോന്നിയ വാർത്തയാണ്. ഇനി ആർക്കും ഇതുപോലെയൊരു അവസ്ഥയുണ്ടാകില്ലല്ലോ. വേറെ ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ, രാധയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വനമന്ത്രി AK ശശീന്ദ്രൻ രാധയുടെ വീട് സന്ദർശിച്ചിരുന്നു. വനമന്ത്രിയുടെ സന്ദർശന സമയത്ത് വലിയ പ്രതിഷേധമായിരുന്നു പ്രദേശത്ത് ഉയർന്നത്. കടുവ ചത്തതാണെങ്കിലും കൊന്നതാണെങ്കിലും ഈ പ്രദേശത്തിന്റെ ഭീതി അകറ്റിയ ദൗത്യസേനയ്ക്കും വനപാലകർക്കും പോലീസിനും വിവരം പുറം ലോകത്തെത്തിച്ച മാധ്യമപ്രവർത്തകർക്കും വനമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എന്ന് നാട്ടുകാരും പറഞ്ഞു. ഇന്ന് പുലർച്ചെയോടെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ പാലക്കാട് പിലാക്കാട് സ്വദേശിയായ റിജോയുടെ വീടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. നാടിനെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ കടുവ ചത്തതിന്റെ സന്തോഷത്തിലാണ് പ്രദേശത്തുള്ളവരും. വീടിനോട് ചേർന്നുള്ള വനമേഖലയിൽ നിന്ന് മുൻപ് ആനയുടെയും കാട്ടുപോത്തിന്റെയും ശല്യം ഉണ്ടായിട്ടുണ്ട്. വനത്തിൽ നിന്ന് ആദ്യമാണ് കടുവ പുറത്തേക്ക് വരുന്നത്. പുലർച്ചെയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീടിനടുത്തെത്തി വിവരം അറിയിക്കുകയായിരുന്നു. കടുവയുടെ വീഡിയോ എടുക്കരുതെന്ന് അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾ വനംവകുപ്പിനോട് പൂർണ്ണമായും സഹകരിച്ചു. കുറച്ചു നാളായി ഉണ്ടായിരുന്ന ഭീതി ഒഴിഞ്ഞിരിക്കുകയാണ്, റിജോ പറഞ്ഞു. നരഭോജി കടുവ ചത്തതിന്റെ ആശ്വാസത്തിലാണ് പഞ്ചാരക്കൊല്ലിയിലെ നാട്ടുകാർ. ചിലർ സന്തോഷ സൂചകമായി നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും മധുരം കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കടുവയെ പിന്തുടർന്ന് പോകുന്നതിനിടയിലായിരുന്നു ഡോക്ടർ അരുൺ സഖറയെയും സംഘവും കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ ശരീരത്തിൽ ആഴമേറിയ പഴക്കമുള്ള മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ചത്തത് 7 വയസ്സുള്ള പെൺകടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി കടുവയെ കുപ്പാടിയിലെ വൈൽഡ് ലൈഫിന്റെ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് വിവരം. വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചിട്ടുണ്ട്. ഇനി സമാധാനമായി ഉറങ്ങാമെന്നും ദിവസങ്ങൾ നീണ്ട ആശങ്കയ്ക്ക് അറുതിയായെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിനിടെ മറ്റ് സ്ഥലങ്ങളിലും കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് ആശങ്ക നിലനിൽക്കുന്നതിനാൽ ദൗത്യം തുടരുമെന്ന് വനമന്ത്രി അറിയിച്ചു. ഇന്ന് അർദ്ധരാത്രി 2:30-യോടെയാണ് കടുവ ചത്തിരിക്കുന്നത് എന്നാണ് നിഗമനം. എന്തായാലും വലിയ രീതിയിലുള്ള മുറിവുകൾ തന്നെ കടുവയുടെ ദേഹത്തുണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു RRT സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഇതിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.